ഇപ്പോൾ മോസ്കിറ്റോ സെറ്റ് ചെയ്യുന്ന വിധം നമുക്ക് നോക്കാം. ഇങ്ങനെ ഈ രൂപത്തിലാവും ഫ്രെയിം എല്ലാ കൈയും കിട്ടുന്നത്. ഇതിൻ്റെ ഒരു 4 പാർട്ട് ഉണ്ടാവും. നമ്മൾ കവർ പൊളിക്കുമ്പോൾ അതിൻ്റെ നൂല് കട്ടാവാതെ നോക്കണം. കട്ട് ചെയ്യാൻ പിന്നെ റീസെറ്റ് ചെയ്യേണ്ടി വരും. അത് റിട്ടേൺ കൊണ്ടുവരേണ്ടി വരും. ഇതിൻ്റെ 4 സൈഡിലായിട്ടുള്ള ഈ കോർണറിലാണ് ഇത് പിടിപ്പിക്കുക. ആദ്യം ഇതിങ്ങനെ 2 പാർട്ടായിട്ടുണ്ടാവും. ഇതുപോലെ നൂലുണ്ടാവും ഒരു സൈഡിൽ. ഒരു സൈഡിൽ നമ്മളിങ്ങനെ ബ്ലോക്ക് ആക്കി ഇടണം. അതിൻ്റെ നെറ്റ് പുറത്തേക്ക് ചാടാതിരിക്കുകയാണത്. മോസ്കിറ്റോ നെറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഭാഗത്തായിരിക്കും കോർണർ ഉണ്ടായിരിക്കുക. ചിലപ്പോൾ അത് ഹൈറ്റിങ്ങിലാവും, അല്ലെങ്കിൽ ഇടുക്കിലും ആവാം. നമുക്ക് ഈ രൂപത്തിലാണ് അത് കിട്ടുക. നൂല് ഫിറ്റ് ചെയ്യുമ്പോൾ നൂല് എവിടെയും കുടുങ്ങാതെ കറക്റ്റ് അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലൂടെ മാത്രം ഇട്ടിട്ട് ഇതുപോലെ കോർണറിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ കണക്ട് ചെയ്യുക. നൂലിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലൂടെ മാത്രം നൂല് കടത്തിയിട്ട് കോർണറിൻ്റെ സൈഡിലോ ഫ്രെയിമിൻ്റെ സൈഡിലോ നൂല് കുടുങ്ങിയതൊന്ന് നല്ലോണം ശ്രദ്ധിക്കണം. 2 ഫ്രെയിമും കോർണറിൽ കുടുക്കിയ ശേഷം അതുപോലെ അതിൻ്റെ മുകളിൽ കൊടുക്കുക. നൂല് ടൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ നല്ല ടൈറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ലൂസ് ആകാൻ ചാൻസ് ഉണ്ട്. ഇത് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ആയതുകൊണ്ട് കുറച്ച് ടൈറ്റ് ഉണ്ട്, ഇതിലേക്ക് കയറുന്നില്ല. അപ്പം നമ്മൾ ആ നൂല് ലൂസാക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പതുക്കെ ഒന്ന് ലൂസായി കൊടുക്കുക. റൈറ്റ് ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ അത് ലൂസ് ആവാം, ലെഫ്റ്റ് ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ടൈറ്റ് ആവും ചെയ്യേണ്ടത്. ഓപ്പോസിറ്റാണ്. ഇവിടുന്ന് സാധനം കൊണ്ടതിന് ശേഷം എല്ലാവരും വീഡിയോ അയച്ചു തരാൻ പറയും, ഫിറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ സെറ്റിങ്ങിൻ്റെ, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യും. അപ്പോൾ ജോലി തിരക്കിനിടയിൽ അത് ചെയ്യാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ലൂസാക്കിയതിന് ശേഷം നമ്മൾ കോർണർ ഈസിയായിട്ട് കൊടുക്കുക. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ കോർണർ നമ്മൾ കൊടുക്കുക. ചെറിയൊരു ടൈറ്റ് ഇട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ലൂസ് ചെയ്തതിന് ശേഷം നല്ല ഈസി ആയിട്ട് ഹെഡ് കൊടുക്കാം. ഇത് ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം ഊരിയതായതാണ് ഇത്ര ടൈറ്റ് ഉണ്ടാകാൻ കാരണം. അപ്പോൾ നൂലിപ്പോൾ നല്ല ലൂസാണ്, കണ്ട നൂലാണത് കാണുന്നത്. അപ്പോൾ ഈ നൂല് നമ്മൾ ഇതേമാതിരി ഇങ്ങനെ ടൈറ്റായി കൊടുക്കുക, ലെഫ്റ്റിലേക്ക് ഇങ്ങനെ തിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മീഡിയം ടൈറ്റ്, നല്ല ടൈറ്റ് ആയാൽ വർക്കിങ് നല്ല ടൈറ്റ് ആയിരിക്കും. മീഡിയം ടൈറ്റ് ആണെങ്കിൽ നല്ല സ്മൂത്ത് വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ആ സ്ക്രൂവിനെ തിരിച്ചാൽ ടൈറ്റ് ആക്കുകയും ചെയ്യാം, ലൂസാക്കുകയും എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. മീഡിയം ടൈറ്റ് ആയതിനു ശേഷം നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മേലെ ബ്ലോക്ക് ചെയ്ത ഭാഗം നമ്മൾ ബ്ലേഡ് കൊണ്ട് കത്തി കൊണ്ട് മുറിച്ച ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സംഗതി റെഡിയാണ്. നല്ല സ്മൂത്തും കാര്യങ്ങളും നല്ലതായിട്ട് തുറക്കാനും അടക്കാനും പറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സെറ്റിങ്ങിൻ്റെ ഭാഗം. ഇതുപോലെ തന്നെ ഈസി ആയിട്ട് ഇത് ഫിറ്റ് ചെയ്യാനും പറ്റും. 4 കോർണറുകളായിട്ട് കാണുന്ന വൈറ്റ് കോർണറാണ്. അപ്പോൾ അതിനെ നിറയ്ക്കാനായിട്ട് കോർണറിൽ 4 ടോപ്പ് അത് കോർണറിലെ ഹോളിലേക്ക് അമർത്തി കഴിഞ്ഞാൽ അത് ലോക്കായിട്ട് അവിടെ കിടക്കും. ആ ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ബോറ് ഒന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ഫിറ്റ് ചെയ്യുന്ന രൂപമാണ് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഫിറ്റ് ചെയ്യാം. 4 കോർണറിലായിട്ട് ഇതിന് ഹോളുകളുണ്ടാവും. ടോപ്പ് കൊടുക്കാനായിട്ട് വേറെ ഹോളുണ്ടാവും, സ്ക്രൂ ചെയ്യാനായിട്ട് വേറെ ഹോളുണ്ട് 4 മൂലകളിലും. ഇത് വിൻഡോ സൈസിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്തിട്ട്, കോൺക്രീറ്റ് ആണെങ്കിൽ മാർക്ക് ചെയ്ത് പ്ലഗ് ഇട്ടിട്ട് 4 ഭാഗത്തും നമുക്ക് ഈ ഹോളാണത്. ഹോളിൽ കറക്റ്റായിട്ട് നമുക്ക് 1.5 ഇഞ്ച് സ്ക്രൂ ഉണ്ടെങ്കിൽ നമുക്കുള്ളിലേക്ക് ചെയ്യാം. വുഡിൻ്റെ വിൻഡോ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സ്ക്രൂ ചെയ്യാം. അതുപോലെ തന്നെ 2 സൈഡിലും നൂല് പോകും. ആ നൂലിന് ഒന്നും തട്ടാതെ
നൂല് മാറ്റി പിടിച്ചുകൊണ്ട് സൈഡിലേക്ക് മാറ്റി പിടിച്ച് നമുക്ക് അവിടെ ഹോളടിച്ചുകൊണ്ട് ചുമരുമേക്ക് ചെയ്യാം, അല്ലെങ്കിൽ വുഡുമേക്ക് ചെയ്യാവുന്നതാണ്. ചുമരുമേലാകുമ്പോൾ രണ്ട് സൈഡും മാർക്ക് ചെയ്തതിന് ശേഷം ഹോളിട്ട് പ്ലഗ് അടിച്ചതിന് ശേഷം ആ മാർക്ക് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് സ്ക്രൂ ചെയ്യാം. അതുപോലെ തന്നെ നെറ്റ് ഫുള്ള് ഓപ്പൺ ആക്കിയതിന് ശേഷം നെറ്റ് ഇതുപോലെ ആ സൈഡിലേക്ക് വൈഡാക്കിയിട്ട് നമുക്ക് ഈസിയായിട്ട് ഡ്രിൽ ചെയ്യാവുന്നതാണ്. നെറ്റ് കണക്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ സിലിക്കോണോ അല്ലെങ്കിൽ അതുപോലത്തെ പശയോ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്.